Hi dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓവർഹെഡ് വേരിയൻസിനെ കുറിച്ചാണ്. സോ വേരിയൻസിൽ തേർഡ് വേരിയൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ മെറ്റീരിയൽ വേരിയൻസ് അതുപോലെ തന്നെ ലേബർ വേരിയൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ മൂന്നാമത്തെ വേരിയൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഓവർഹെഡ് വേരിയൻസ്. The analysis of factory overhead variance is more complex than variance analysis for direct materials and direct labor. നമ്മൾ ലേബർ വേരിയൻസും മെറ്റീരിയൽ വേരിയൻസും കണ്ടു. അതിനേക്കാൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ് ഓവർഹെഡ് വേരിയൻസ് എന്ന് പറയുന്നത്. കാരണം ഇതിന് there is no standardization of the terms or methods used for calculating overhead variance. Overhead variance കാൽക്കുലേറ്റ് ചെയ്യാൻ അവിടെ സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല എന്നുള്ളതുകൊണ്ട്, സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡ്സ് ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ് ഓവർഹെഡ് വേരിയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നെസസറി ടു ബി ഫെമിലിയർ വിത്ത് ദ ഡിഫറെൻറ്റ് അപ്രോച്ചസ് വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഓവർഹെഡ് വേരിയൻസസ്. ഓവർഹെഡ് വേരിയൻസസിൽ അപ്ലൈ ചെയ്യുന്ന കുറച്ച് അപ്രോച്ചസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഫെമിലിയാരിറ്റി കിട്ടുന്നത് വളരെ അത്യാവശ്യമാണ്, കാരണം കോംപ്ലക്സ് ആയതുകൊണ്ട്. സോ ഓവർഹെഡ് വേരിയൻസുകളെ നമ്മൾ പ്രധാനമായിട്ടും ഈ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ ഓവർഹെഡ് വേരിയൻസ്, കോസ്റ്റ് വേരിയൻസ്, അതിന് ഫിക്സഡ് ഓവർഹെഡ്. നമുക്കറിയാം ഓവർഹെഡ്, വേരിയബിൾ ഓവർഹെഡ് ഉണ്ട്, ഫിക്സഡ് ഓവർഹെഡ് ഉണ്ട്. സോ ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ്, വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ്, ദെൻ ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസിൽ ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് അല്ലെങ്കിൽ ബഡ്ജറ്റ് വേരിയൻസ് അല്ലെങ്കിൽ സ്പെൻഡിങ് വേരിയൻസ് എന്നൊക്കെ അറിയപ്പെടും. അതിൽ വീണ്ടും ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ്, വോളിയം വേരിയൻസ് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ട് കലണ്ടർ വേരിയൻസ്, അതുപോലെ തന്നെ എഫിഷ്യൻസി വേരിയൻസ്, കപ്പാസിറ്റി വേരിയൻസ്. ഇവിടെ വേരിയബിൾ ഓവർഹെഡ് വേരിയൻസിൽ വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്, വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ്, ഇങ്ങനെ ഈ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം വൺ ബൈ വൺ ആയിട്ട് ഓരോ വേരിയൻസുകൾ. ജസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് വേരിയൻസ് എന്ന് മാത്രം പറയുന്നു, ഇതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പരിചയപ്പെടാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ പറയുന്നത് ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് ആണ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ് ഇൻകേർഡ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ഓവർഹെഡ് ഫോർ ദി ഔട്ട്പുട്ട് അച്ചീവ്ഡ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റും, ഓവർഹെഡിന് സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ വേരിയബിൾ ഓവർഹെഡ് ഉണ്ട്, ഫിക്സഡ് ഓവർഹെഡ് ഉണ്ട്. വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് അലൗഡ് ഫോർ ദി ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ്ഡ്. ആക്ച്വൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയാണ് ഇത് ചെയ്തിട്ടുള്ള ഓവർഹെഡ് അലൗ ചെയ്തിട്ടുള്ളത്, സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് അലൗ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ആക്ച്വലി എത്രയാണ് വേരിയബിൾ ഓവർഹെഡ് വന്നിട്ടുള്ളത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, വേരിയബിൾ കോസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദെൻ നെക്സ്റ്റ് ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് ആണ്. ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റും അതുപോലെ തന്നെ ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദെൻ നെക്സ്റ്റ് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ ആണ്, അല്ലെങ്കിൽ സ്പെൻഡിങ് ഓർ ബഡ്ജറ്റ് വേരിയൻസ് എന്ന് പറയും. ദിസ് വേരിയൻസ് ഇൻഡിക്കേറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് ആൻഡ് ബഡ്ജറ്റ് വേരിയബിൾ ഓവർഹെഡ് ബേസ്ഡ് ഓൺ ആക്ച്വൽ ഹവേഴ്സ് വർക്ക്ഡ്. ആക്ച്വൽ ഹവേഴ്സ് വർക്ക്ഡിൻ്റെ ബേസിൽ, ആക്ച്വൽ ഹവേഴ്സ് എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ ബേസിൽ ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡും ബഡ്ജറ്റഡ് വേരിയബിൾ ഓവർഹെഡും, അതായത് സ്റ്റാൻഡേർഡും ആക്ച്വൽ ഓവർഹെഡും തമ്മിലുള്ള വേരിയബിൾ ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ദിസ് വേരിയൻസ് ഈസ് ലൈക്ക് ലേബർ എഫിഷ്യൻസി വേരിയൻസ് അറൈസസ് വെൻ ആക്ച്വൽ ഹവേഴ്സ് വർക്ക് differ from the standard hours required for good unit produced. The actual quantity produced and standard quantity might be different because of higher or lower efficiency of workers employed in the manufacturing of goods. ഇത് നമ്മൾ ലേബർ വേരിയൻസിലെ ലേബർ എഫിഷ്യൻസി വേരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേബർ എഫിഷ്യൻസി വേരിയൻസ് പോലെയാണ്. ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ എഫിഷ്യൻസി നമ്മുടെ ഈ പ്രൊഡക്ഷൻ്റെ ബാധിക്കുന്നുണ്ട് എന്നുള്ള, പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള. ഒരു മണിക്കൂറിൽ 100 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ലേബേഴ്സ് അത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത്രയും എമൗണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലേ? അപ്പോൾ ആ ഡിഫറൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ എത്രയാണ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്, എത്രയാണ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അതിൽ വന്നിട്ടുള്ള കോസ്റ്റ് എത്രയാണ്, ആ കോസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ഈ ഒരു ബഡ്ജറ്റ് വേരിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസും ഉണ്ട്, അല്ലെങ്കിൽ ഫിക്സഡ് ഓവർഹെഡ് ബഡ്ജറ്റ് വേരിയൻസ് ഉണ്ട്. ദിസ് വേരിയൻസ് ഇൻഡിക്കേറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ് ആൻഡ് ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ്. ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡും ബഡ്ജറ്റ് ഫിക്സഡ് ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്.
ദെൻ നെക്സ്റ്റ് ഫിക്സ്ഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് ആണ്. ഫിക്സ്ഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് ഓവർഹെഡ് കോസ്റ്റ് അലൗഡ് ഫോർ ദി ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ടിന് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് ഓവർഹെഡ് എത്രയാണ് അലോ ചെയ്തിട്ടുള്ളത് ആ ഒരു എമൗണ്ടും ആൻഡ് ദി ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ് ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് ഹവേഴ്സ്. സ്റ്റാൻഡേർഡ് ഹവേഴ്സിന്റെ ബേസിൽ നമുക്ക് കിട്ടുന്ന ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ്, അതായത് സ്റ്റാൻഡേർഡ് ഹവേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ് കണ്ടെത്തേണ്ടതുണ്ട്. മീൻസ് എത്രയാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. സോ ആ ഒരു ഡിഫറൻസ് ആണ്, അതായത് ആക്ച്വൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അലോ ചെയ്തിട്ടുള്ള കോസ്റ്റ്, സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് ഓവർഹെഡ് കോസ്റ്റ് എത്രയാണ്, അത് ഈ മൈനസ് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, അതും അതുപോലെ തന്നെ ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ് ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് അവേഴ്സ് അലൗഡ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് അവേഴ്സിന്റെ ബേസിൽ നമ്മൾ ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ് എത്രയാണ് എന്നുള്ളതും ആ ഒരു എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, ദെൻ പിന്നെ ഇതിൽ പറയുന്നത് വേരിയൻസ് എപ്പോഴാണ് ഫേവറബിൾ ആവുന്നത് അൺഫേവറബിൾ ആവുന്നത് എന്നുള്ളതാണ്. ഇഫ് ദ ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് മോർ ദാൻ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, ആക്ച്വൽ ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, വേരിയൻസ് ഫേവറബിൾ ആണ്. ഇഫ് ദി ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് അൺഫേവറബിൾ, അത് അൺഫേവറബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, വോളിയം വേരിയൻസ് നമ്മൾ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് വരുന്നതാണ് ഫിക്സ്ഡ് ഓവർഹെഡ് കലണ്ടർ വേരിയൻസ് എന്ന് പറയും. ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് വോളിയം വേരിയൻസ് വിച്ച് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി നമ്പർ ഓഫ് ആക്ച്വൽ വർക്കിംഗ് ഡേയ്സ് ഇൻ ദ പീരിയഡ് വിച്ച് ദ ബഡ്ജറ്റ് ഈസ് അപ്ലിക്കബിൾ ആൻഡ് ബഡ്ജറ്റ് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ദ ബഡ്ജറ്റ് പീരിയഡ്. അതായത് ഒരു പർട്ടിക്കുലർ പീരിയഡിൽ നമ്മൾ എത്ര ഡേയ്സ് ആണ് ആക്ച്വലി വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്, മീൻസ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അത് മൈനസ് അതും അതുപോലെ തന്നെ എന്ത് ചെയ്യും, നമ്പർ ഓഫ് ആക്ച്വൽ വർക്കിംഗ് ഡേയ്സ്, ആക്ച്വലി എത്ര വർക്കിംഗ് ഡേയ്സ് ആണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ആ ഒരു ഡിഫറൻസ്, ആക്ച്വൽ വർക്കിംഗ് ഡേയ്സും അതുപോലെ തന്നെ ബഡ്ജറ്റഡ് വർക്കിംഗ് ഡേയ്സും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് ഫിക്സ്ഡ് ഓവർഹെഡ് കലണ്ടർ വേരിയൻസ് എന്ന് പറയുന്നത്. ഇഫ് ആക്ച്വൽ വർക്കിംഗ് ഡേയ്സ് ഈസ് മോർ ദാൻ ബഡ്ജറ്റഡ് വർക്കിംഗ് ഡേയ്സ്, ബഡ്ജറ്റ് വർക്കിംഗ് ഡേയ്സിനേക്കാൾ കൂടുതലാണ് ആക്ച്വൽ വർക്കിംഗ് ഡേയ്സ് എങ്കിൽ വേരിയൻസ് എന്താണ്, ഫേവറബിൾ ആണ്. ആൻഡ് വർക്ക് ഹാസ് ബീൻ ഡൺ ഓൺ ഡേയ്സ് മോർ ദാൻ ബഡ്ജറ്റഡ് ഓർ അലൗഡ് ആൻഡ് വൈസ് വേഴ്സ. അതുപോലെ തന്നെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ, അതായത് ബഡ്ജറ്റഡ് ആണ് കൂടുതലെങ്കിൽ ആക്ച്വൽ വർക്കിംഗ് ഡേയ്സ് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ അത് എന്ത് ചെയ്യും, അൺഫേവറബിൾ ആയിട്ടും വരും. ഓക്കെ, ദെൻ അതിൻ്റെ ഫോർമുല നമ്മൾ രണ്ട് രീതിയിൽ അതിൻ്റെ ഫോർമുലാസ് വരുന്നുണ്ട്. ഫോർമുലാസ് ഹവർ ബേസിലും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ബേസിസിലും പറയുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഈ ഫോർമുലാസ് ഒന്ന് നോട്ട് ചെയ്യാം. ഹവർ ബേസിലും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ബേസിലും പറയുന്നുണ്ട്. ഓക്കെ, if the revised budget capacity hours more than budgeted hours, budget hoursനേക്കാൾ കൂടുതലാണ് റിവൈസ്ഡ് എങ്കിൽ അത് ഫേവറബിൾ ആണ്, അല്ല എങ്കിൽ അൺഫേവറബിൾ ആണ്. ഔട്ട്പുട്ട് ബേസിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിലും പറയുന്നത് ഇഫ് ദ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഈസ് മോർ ദാൻ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി, ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റിനേക്കാൾ കൂടുതലാണ് റിവൈസ്ഡ് ബഡ്ജറ്റ് ക്വാണ്ടിറ്റി എങ്കിൽ അത് ഫേവറബിൾ ആണ്, അല്ല എങ്കിൽ അൺഫേവറബിൾ ആണ്. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് ജസ്റ്റ് നോട്ട് ചെയ്യാം. The next fixed overhead efficiency variance. It is the portion of volume variance which arises when actual hours of production used for actual output different from standard hours specified for that output. If actual hours worked are less than the standard hours, the variance is favorable, and when actual hours are more than the standard hours, the variance will be unfavorable. Okay, this is fixed overhead efficiency variance ഉദ്ദേശിക്കുന്നത് it is the portion of volume variance. Volume variance ന്റെ ഒരു ഭാഗമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. which arises എപ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്, when actual hours of production യൂസ്ഡ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്, ആക്ച്വൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയം, ആക്ച്വൽ ഹവേഴ്സ്, ദെൻ അതെന്ത് ചെയ്യുന്നു, ഡിഫർ ഫ്രം ദി സ്റ്റാൻഡേർഡ് ഹവേഴ്സ് സ്പെസിഫൈഡ് ഫോർ ദാറ്റ് ഔട്ട്പുട്ട്. ആ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ആയിട്ട് എത്രയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് സ്റ്റാൻഡേർഡ് ഹവേഴ്സും ആക്ച്വൽ ഹവേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഫിക്സ്ഡ് ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ആക്ച്വൽ ഹവേഴ്സ് വർക്ക്ഡ് ആർ ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ഹവേഴ്സ്, സ്റ്റാൻഡേർഡ് ഹവേഴ്സിനേക്കാൾ ആക്ച്വൽ ഹവേഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ അത് ഫേവറബിൾ ആണ്. When the actual hours are more than the standard hours, the variance is unfavorable. Okay. The next fixed overhead capacity variance. Fixed overhead capacity variance നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോളിയം വേരിയൻസിന്റെ ഒരു ഭാഗമാണ്. ഇത് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ it is due to the difference between the actual capacity in hours. ആക്ച്വൽ കപ്പാസിറ്റിയും അതുപോലെ തന്നെ ബഡ്ജറ്റഡ് കപ്പാസിറ്റിയും എക്സ്പ്രസ്ഡ് ഇൻ ഹവേഴ്സ്, രണ്ടും ഹവേഴ്സിലാണ് വരുന്നത്, അതായത് കപ്പാസിറ്റി ഹവേഴ്സിൽ പറയുന്നത്. അപ്പോൾ ആക്ച്വൽ കപ്പാസിറ്റിയും അതുപോലെ തന്നെ ബഡ്ജറ്റഡ് കപ്പാസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്
കപ്പാസിറ്റി വേരിയൻസ് എന്ന് പറയുന്നത്. ദെൻ അത് ഫേവറബിൾ ആവുന്നത് എപ്പോഴും, അൺഫേവറബിൾ ആവുന്നത് എപ്പോഴും. ഇഫ് ആക്ച്വൽ കപ്പാസിറ്റി ഹവേഴ്സ് ആർ മോർ ദാൻ ബഡ്ജറ്റഡ് കപ്പാസിറ്റി, ബഡ്ജറ്റഡ് കപ്പാസിറ്റിയേക്കാൾ കൂടുതലാണ് ആക്ച്വൽ കപ്പാസിറ്റി എങ്കിൽ ഫേവറബിൾ ആണ്. അതുപോലെ തന്നെ ഇഫ് ആക്ച്വൽ കപ്പാസിറ്റി ഹവേഴ്സ് ആർ ലെസ് ദാൻ ബഡ്ജറ്റഡ് കപ്പാസിറ്റി, ബഡ്ജറ്റഡ് കപ്പാസിറ്റിയേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അത് അൺഫേവറബിളുമാണ്. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ ഒരു വേരിയൻസുകൾ പറഞ്ഞു എന്ന് മാത്രം. ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ മനസ്സിലാകുന്നത്. ജസ്റ്റ് അപ്പോൾ ഇത്രയും വേരിയൻസുകൾ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ വേരിയൻസുകൾ ഒന്നുകൂടെ പറയുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത വേരിയൻസുകൾ ഓവർ ഹെഡ് കോസ്റ്റ് വേരിയൻസ്, ഫിക്സഡ് ഓവർ ഹെഡ് വേരിയൻസ്, വേരിയബിൾ ഓവർ ഹെഡ് വേരിയൻസ്, അതുപോലെ തന്നെ ഫിക്സഡ് ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്, അപ്പുറത്ത് നമ്മൾ വേരിയബിൾ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്, ദെൻ ഫിക്സഡ് ഓവർ ഹെഡ് വോളിയം വേരിയൻസ്, അവിടെ വേരിയബിൾ ഓവർ ഹെഡ് എഫിഷ്യൻസി വേരിയൻസ്. ഇവിടെ ഫിക്സഡ് ഓവർ ഹെഡ് വോളിയം വേരിയൻസിൽ കലണ്ടർ വേരിയൻസ്, എഫിഷ്യൻസി വേരിയൻസ്, കപ്പാസിറ്റി വേരിയൻസ്, ഇത്തരത്തിൽ 10 വേരിയൻസുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു ഓവർ ഹെഡ് കോസ്റ്റ് വേരിയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേരിയൻസുകൾ പറയുന്നത്. ഓക്കെ, സോ നമുക്കിതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. സോ നമുക്കിതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓവർ ഹെഡ് വേരിയൻസിൻ്റെ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ഓവർ ഹെഡ് വേരിയൻസ്. നമുക്കിവിടെ ബഡ്ജറ്റഡ് റിലേറ്റഡ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, ആക്ച്വൽ ഇൻഫർമേഷൻസും തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് 15,000 യൂണിറ്റ് ആണ് നമ്മൾ ബഡ്ജറ്റ് ചെയ്തിട്ടുള്ളത്. ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 16,000 ആണ്. അതായത് 15,000ഉം 16,000, സോ 1000 യൂണിറ്റ്സ് നമ്മൾ അധികം എക്സസ് ആണ് അല്ലേ, എക്സസ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട്. സോ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് ബഡ്ജറ്റഡ് 25 ആണ്, പക്ഷേ ആക്ച്വൽ 27 ആണ്. ഫിക്സഡ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത് 30,500. വേരിയബിൾ ഓവർ ഹെഡ്സ് 45,000 and 47,000. There was an increase of 5% in capacity. കപ്പാസിറ്റിയിൽ ഒരു 5% ഇൻക്രീസ് ഉണ്ട് എന്നുള്ളതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഇതിൻ്റെ വേരിയൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ വേരിയൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടോട്ടൽ ഓവർ ഹെഡ് കോസ്റ്റ് വേരിയൻസ് ആണ്. സോ ഇക്വേഷൻ നോട്ട് ചെയ്യുക. ടോട്ടൽ ഓവർ ഹെഡ് കോസ്റ്റ് വേരിയൻസ് ഈക്വൽ ടു ആക്ച്വൽ യൂണിറ്റ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ ഓവർ ഹെഡ് കോസ്റ്റ്. സോ നമ്മളിവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ ജസ്റ്റ് യൂണിറ്റ്സും അതുപോലെ തന്നെ വർക്കിംഗ് ഡേയ്സും അതുപോലെ കോസ്റ്റുമാണ് തന്നിട്ടുള്ളത്. ഇത് രണ്ടും കോസ്റ്റാണ്, ഫിക്സഡും വേരിയബിളും. അതുപോലെ തന്നെ ആക്ച്വലിൻ്റെയും കോസ്റ്റ് തന്നിട്ടുണ്ട്, വർക്കിംഗ് ഡേയ്സും. ഇത്രയേ തന്നിട്ടുള്ളൂ അല്ലേ. നമ്മളിവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ സ്റ്റാൻഡേർഡ് റേറ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് റേറ്റ് ഈക്വൽ ടു, എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ്സ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അല്ലെ, സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ്സ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. സോ നമ്മൾ സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് ഇവിടെ രണ്ട് രീതിയിലാണ് ഓവർ ഹെഡ്സ്, ഫിക്സ്ഡ് ഓവർ ഹെഡും ഉണ്ട്, വേരിയബിൾ ഓവർ ഹെഡും ഉണ്ട്. സോ നമ്മൾ രണ്ടിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ നമ്മൾ ഫസ്റ്റ് ഫിക്സ്ഡ് വരുന്നത് 30,000 ഡിവൈഡ് ബൈ 15,000. ആ 30,000 ആണ് നമ്മുടെ ഫിക്സ്ഡ് ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. 15,000 ആണ് നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെ, യൂണിറ്റ് എന്ന് പറയുന്നത്. സോ നമ്മളവിടെ ഡിവൈഡ് ചെയ്തു. നമുക്ക് ₹2 ആണ് അവിടെ ഫിക്സഡ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത്, ഫിക്സ്ഡ് ഓവർ ഹെഡ് റേറ്റ് എന്ന് പറയുന്നത്. Then variable cost 45,000, then unit 15,000. So 45,000 divided by 15,000 rupees 3. Then next actual overhead cost ആണ്. ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ നമുക്ക് ഇക്വേഷനിൽ ഇങ്ങനെയാണ് ആക്ച്വൽ യൂണിറ്റ് നമുക്കറിയാം എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 16,000 അല്ലെ, 16,000 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആക്ച്വൽ യൂണിറ്റ്. ദെൻ പിന്നെ നമുക്ക് കാണേണ്ടത് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. സ്റ്റാൻഡേർഡ് റേറ്റ് നമ്മൾ രണ്ടിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്തു, ഫിക്സഡും വേരിയബിളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ് ആണ്. ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഓവർഹെഡ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ് അല്ലെ, ഫിക്സഡ് ഓവർഹെഡ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ്, ദാറ്റ് ഈസ് 30,500 പ്ലസ് 47,000, സോ 77,500 അല്ലെ. സോ നമ്മൾ ജസ്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ആക്ച്വൽ യൂണിറ്റ് 16,000 യൂണിറ്റ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, അതിൽ ഫിക്സഡ് 2 ആണ്, വേരിയബിൾ 3 ആണ്. സോ 2 + 3 മൈനസ് ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ്, ദാറ്റ് ഈസ് 77,500 അല്ലെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 80,000 മൈനസ് 77,500. സോ കിട്ടുന്നത് 2,500, ദാറ്റ് ഈസ് ഫേവറബിൾ ആണ്, പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. സോ ഫേവറബിൾ ആണ്. ഈ രീതിയിലാണ് നമ്മൾ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ വേരിയൻസ് എന്ന് പറയുന്നത് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ആണ്. വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ഈക്വൽ ടു ആക്ച്വൽ യൂണിറ്റ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ്. ഇക്വേഷൻ നോട്ട് ചെയ്യുക. ആക്ച്വൽ യൂണിറ്റ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ്. ആക്ച്വൽ യൂണിറ്റ് എത്രയാണ്? 16,000 ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? സ്റ്റാൻഡേർഡ് റേറ്റ് ഏതിലാണ്? വേരിയബിൾ ഓവർഹെഡ് ആണ്. വേരിയബിളിൽ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്? 3 ആണ് അല്ലെ, വേരിയബിളിൽ 3 ആണ്. സോ 3 മൈനസ്
ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ്. ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് ആണ്. ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് എത്രയാണ്? 47,000 ആണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ, 47,000 ആണ്. സോ ഈക്വൽ ടു 1000. സോ ഫേവറബിൾ ആണ്. Then third one, fixed overhead variance. Fixed overhead variance equation എങ്ങനെയാണ്? ആക്ച്വൽ യൂണിറ്റ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, that is fixed overhead into standard rate minus actual fixed overheads. So actual unit 16,000 into standard rate. ഏതിൻ്റെ? ഫിക്സ്ഡ് ഓവർഹെഡ്സിൻ്റെ ആണ്. ഫിക്സ്ഡ് ഓവർഹെഡിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. സോ 2 മൈനസ് ആക്ച്വൽ ഫിക്സ്ഡ് ഓവർഹെഡ്സ്. ആക്ച്വൽ ഫിക്സ്ഡ് ഓവർഹെഡ് എത്രയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 30,500 ആണ്. സോ 30,500 ഈക്വൽ ടു 1,500. ഓക്കെ. ദെൻ നെക്സ്റ്റ് വോളിയം വേരിയൻസ്. അതെല്ലാം ഫേവറബിൾ ആണ്, കാരണം പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് വോളിയം വേരിയൻസ് ആണ്. വോളിയം വേരിയൻസ് ഈക്വൽ ടു ആക്ച്വൽ യൂണിറ്റ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ്സ്. ആക്ച്വൽ യൂണിറ്റ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ്സ്. ബഡ്ജറ്റഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്റ്റാൻഡേർഡ് അല്ലേ. സോ ആക്ച്വൽ യൂണിറ്റ് 16,000. സ്റ്റാൻഡേർഡ് റേറ്റ് ഇവിടെ എടുക്കേണ്ടത് നമ്മൾ ഫിക്സ്ഡ് ഓവർഹെഡ്സിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് എടുക്കേണ്ടത്. സോ 2. ഓക്കെ. മൈനസ് 30,000, that is ഫിക്സ്ഡ് ഓവർഹെഡ്സ് അല്ലെ. ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ്സ് ആണ്. ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 30,000 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം അല്ലെ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ്സ് 30,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 2,000 ഫേവറബിൾ. Then next expenditure variance. Expenditure variance equal to budgeted fixed overhead minus actual fixed overheads. Budgeted fixed overhead ഉം actual fixed overhead ആണ്. ക്വസ്റ്റ്യനിൽ രണ്ട് എമൗണ്ട് തന്നിട്ടുണ്ട്. ബഡ്ജറ്റഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡിൽ തന്നിട്ടുണ്ട് 30,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലിൽ 30,500 ആണ്. സോ 500 എന്താണ്? അൺഫേവറബിൾ ആണ്, കാരണം ഇവിടെ മൈനസ് വാല്യൂ ആണ്, നെഗറ്റീവ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് അൺഫേവറബിൾ ആണ്. The next capacity variance. Capacity variance equal to standard rate into revised budgeted units minus budgeted units. Standard rate നമുക്കറിയാം, റിവൈസ്ഡ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ബഡ്ജറ്റഡ് യൂണിറ്റ്സ് നമുക്കറിയാം അല്ലെ. ബഡ്ജറ്റഡ് യൂണിറ്റ്സ് എത്രയാണ്? 25 ഡേയ്സിന് 15,000 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി കാൽക്കുലേറ്റ് ചെയ്യാം, അതായത് റിവൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. സോ റിവൈസ് ചെയ്യുന്നത് നോക്കാം. ബഡ്ജറ്റഡ് യൂണിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് 15,000 ആണെന്നുള്ളത്. സോ ബഡ്ജറ്റ് യൂണിറ്റ്സ് ഫോർ 27 ഡേയ്സ്, ഇത് 25 ദിവസത്തിനാണ്. 27 ദിവസത്തിന് എത്രയായിരിക്കും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് നമ്മൾ ബഡ്ജറ്റഡ് യൂണിറ്റ്സ് നമ്മളോട് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 15,000 ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ ഡിവൈഡഡ് ബൈ അത് എത്ര ദിവസത്തിനാണ്? 25 ദിവസത്തിനാണ്. 25 ദിവസം കൊണ്ട് 15,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 27 ദിവസം കൊണ്ട് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു. 25 ദിവസം കൊണ്ട് 15,000 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു എഫിഷ്യൻസിയോട് കൂടിയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 27 ദിവസം കൊണ്ട് എത്ര യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും, അതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബഡ്ജറ്റഡ് യൂണിറ്റ്സ് ഡിവൈഡ് ബൈ ബഡ്ജറ്റഡ് നമ്പർ ഓഫ് ഡേയ്സ്, അതാണ് 25 ഡേയ്സ്, ഇൻറ്റു ആക്ച്വൽ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? 27. സോ നമുക്ക് കിട്ടുന്നത് 16,200 യൂണിറ്റ്സ്. അതായത് ഈ ഒരു ലെവൽ നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക 16,200 യൂണിറ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ റിവൈസ്ഡ് ബഡ്ജറ്റ് യൂണിറ്റ്സ് ആഫ്റ്റർ 5% ഇൻക്രീസ് ഇൻ കപ്പാസിറ്റി. ക്വസ്റ്റ്യനിൽ നമ്മളോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, 5% ഇൻക്രീസിംഗ് ഉണ്ട്, കപ്പാസിറ്റിയിൽ കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു 5% നമ്മൾ കൂട്ടണം. ഏതിൻ്റെ 5%? ഈ ഒരു 16,200 യൂണിറ്റ്സിൻ്റെ 5%. 16,200 യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. 25 ദിവസം കൊണ്ട് 15,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ 27 ദിവസം കൊണ്ട് നമ്മൾ 16,200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? ഒരു 5% ഇൻക്രീസ് ഉണ്ട്, കപ്പാസിറ്റിയിൽ ഇൻക്രീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ 16,200ൻ്റെ 5% നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ 16,200 പ്ലസ് 5 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 5% ഓഫ് 16,200. ഓക്കെ, 16,200ൻ്റെ 5% നമ്മൾ 16,200ൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 17,010 ആണ് നമുക്ക് കിട്ടുക. 17,010 ആണ് നമ്മുടെ റിവൈസ്ഡ് ബഡ്ജറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ റിവൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? നമ്മൾ ബഡ്ജറ്റഡ് നമ്പേഴ്സ് എടുക്കുക, നമ്പർ ഓഫ് ഡേയ്സ് എടുക്കുക, ബഡ്ജറ്റഡ് യൂണിറ്റ് എടുക്കുക, ദെൻ ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു ആക്ച്വൽ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും, ഒരു എമൗണ്ട് കിട്ടും, ഒരു യൂണിറ്റ് കിട്ടും. അതാണ് നമ്മുടെ റിവൈസ്ഡ് എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ട്
കണ്ടു ഇൻഫർമേഷൻ കൂടെ തന്നിട്ടുണ്ട് 5% ഇൻക്രീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ മുകളിൽ നമ്മളൊരു 5% കൂടെ ആഡ് ചെയ്യുക. അതാണ് നമ്മുടെ ബഡ്ജറ്റ്, റിവൈസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയും. സോ കപ്പാസിറ്റി വേരിയൻസ് ഈക്വൽ ടു, കപ്പാസിറ്റി വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു റിവൈസ്ഡ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് മൈനസ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് അല്ലെ, ആ ഒരു ഇക്വേഷൻ ആയിരുന്നു. സോ കപ്പാസിറ്റി വേരിയൻസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഫിക്സ്ഡ് റേറ്റ് ആണ്, ഫിക്സ്ഡ് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. ദെൻ റിവൈസ്ഡ് ബഡ്ജറ്റ് റേറ്റ്, ദെൻ ബഡ്ജറ്റ് യൂണിറ്റ്. റിവൈസ്ഡ് ബഡ്ജറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടെത്തി, ബഡ്ജറ്റഡ് യൂണിറ്റും നമ്മൾ കണ്ടെത്തി. സോ ഈക്വൽ ടു 1620 ആണ്, ഫേവറബിൾ ആണ്. Then next, calendar variance. Calendar variance, increase or decrease in production due to more or less working days into standard rate per unit within 25 days. Standard production is equal to 15,000 unit. ഇവിടെ ഇക്വേഷൻ എങ്ങനെയാണ്? ഇൻക്രീസ് ഓർ ഡിക്രീസ്. അവിടെ നമ്മൾ നോക്കുകയാണ് കലണ്ടർ വേരിയൻസിൽ ആ ഒരു വർക്കിംഗ് ഡേയ്സിൽ എത്രമാത്രം ഇൻക്രീസ് ഉണ്ട്, എത്രമാത്രം ഡിക്രീസ് ഉണ്ട്, അതുമൂലം എന്ത് എഫക്റ്റ് ആണ് പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ കലണ്ടർ വേരിയൻസിൽ ചെക്ക് ചെയ്യുന്നത് അല്ലേ. സോ നമ്മൾ നോക്കുന്നു ഡ്യൂ ടു മോർ ഓർ ലെസ് വർക്കിംഗ് ഡേയ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് വിത്തിൻ 25 days. സോ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 15,000 ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെർഫോർ വിത്തിൻ 2 days, അതായത് 27 25 എന്നുള്ള 27 ദിവസം ആകുന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്രൊഡക്ഷൻ എത്രമാത്രം ഇൻക്രീസ് ചെയ്യും, 2 ദിവസം കൊണ്ട് എത്ര പ്രൊഡക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. 15,000 ആണ് ആക്ച്വൽ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ 15,000 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 25, അതായത് 1200 യൂണിറ്റ് എന്ത് ചെയ്യും, 2 ദിവസം കൊണ്ട് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 16,200 കിട്ടിയിട്ടുള്ളത് അല്ലേ. നമുക്ക് 15,000 ആയിരുന്നു, 15,000ൻ്റെ കൂടെ നമ്മൾ 2 ദിവസത്തെ എക്സ്ട്രാ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 16,200 കിട്ടിയിട്ടുള്ളത്. അതായത് ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ 1,200 യൂണിറ്റ് ആയിട്ട് വന്നത്. അതായത് 1,200 യൂണിറ്റ് 2 ദിവസം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലാവുന്നത്. സോ ദെർഫോർ കലണ്ടർ വേരിയൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1200 യൂണിറ്റ്സ് ഇൻറ്റു ഫിക്സഡ് സ്റ്റാൻഡേർഡ് റേറ്റ്. ഫിക്സഡ് ഓവർ ഹെഡിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ്. ഓക്കെ, സോ നമുക്ക് കിട്ടുന്നത് 2,400 ആണ്. ദാറ്റ് ഈസ് ഫേവറബിൾ ആണ്. എന്തുകൊണ്ടാണ് ഫേവറബിൾ ആണെന്ന് പറയുന്നത്? നമ്മളിവിടെ 15,000 ആണ്, അത് കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. അത് 16,200 ആണ് വരുന്നത്. സോ അഡീഷണൽ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഫേവറബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, then next, efficiency variance. Efficiency variance equal to standard rate into actual production minus standard production. ആക്ച്വൽ പ്രൊഡക്ഷനും സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അത് സ്റ്റാൻഡേർഡ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 15,000 യൂണിറ്റ്. ദെൻ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ കപ്പാസിറ്റി. നമ്മോട് പറഞ്ഞിട്ടായിരുന്നു 5% കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു ഇൻക്രീസ് കൊണ്ട് നമുക്ക് വന്നിട്ടുള്ള 810 യൂണിറ്റ്സ് ആണ്. അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് പറയാം. പ്രൊഡക്ഷൻ ഇൻക്രീസ് ഡ്യൂ ടു 2 മോർ വർക്കിംഗ് ഡേയ്സ്. 2 ദിവസം അല്ല, 25 27 ആയി. അതിലൂടെ നമുക്ക് വന്നിട്ടുള്ളത് 1,200 യൂണിറ്റ്. അതായത് മൊത്തം നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ബഡ്ജറ്റ് ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്? 17,000 ടൺ ആണ്, 17,010 യൂണിറ്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുമ്പേ നമ്മൾ ഈ ഒരു എമൗണ്ട് കണ്ടെത്തിയിട്ടുണ്ട്, 17,010 എന്നുള്ളത് അല്ലെ. ഈ ഒരു രീതി തന്നെയാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ബാക്കിലേക്ക് പോയതാണ് ഇതിൽ കാണിക്കുന്നത്. അതായത് 15,000 നമ്മുടെ ബഡ്ജറ്റ് പ്രൊഡക്ഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1,200 2 ദിവസം കൊണ്ട് എക്സ്ട്രാ വന്നിട്ടുള്ളതാണ്. ദെൻ 5% നമ്മൾ ഈ 16,200ൻ്റെ 5% ആണ് ഈ ഒരു 810 എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് 17,010 യൂണിറ്റ്സ് ആണ്. സോ എഫിഷ്യൻസി വേരിയൻസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? 2 ആണ്. ഫിക്സഡ് ഓവർ ഹെഡിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് 2 ആണ്. 2 ഇൻറ്റു ദെൻ ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 16,000 യൂണിറ്റ്, അതാണ് ആക്ച്വൽ പ്രൊഡക്ഷൻ. ദെൻ മൈനസ് നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ, അതായത് ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 17,010 യൂണിറ്റ്സ് ആണ്. സോ ഈക്വൽ ടു 2 ഇൻറ്റു മൈനസ് 1,010 യൂണിറ്റ്സ്. സോ നമുക്ക് കിട്ടുന്നത് 2020 അൺഫേവറബിൾ ആണ്, മീൻസ് നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ എഫിഷ്യൻസി വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റു വേരിയൻസുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓവർ ഹെഡ് വേരിയൻസുകളുടെ ആ ഒരു കാൽക്കുലേഷനാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ജസ്റ്റ് നമ്മളൊരു തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്നും ബഡ്ജറ്റഡും ആക്ച്വലും കാൽക്കുലേറ്റ് ചെയ്യുക. മറ്റു രീതികളെ പോലെ അല്ല, കുറച്ച് അത്രത്തോളം ടേബിളൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു ഇക്വേഷൻസ് നോക്കുക, ജസ്റ്റ് ആ തന്നിട്ടുള്ള വാല്യൂസ് ആ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക, നമുക്ക് കിട്ടും. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് അൺഫേവറബിൾ ആണ്, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫേവറബിൾ ആണ്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ഓവർ ഹെഡ് വേരിയൻസിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ചെറിയ ഡിഫറൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം പറയാം. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ഓവർ ഹെഡ് വേരിയൻസ്. ഇവിടെ ഓവർ ഹെഡ് തന്നിട്ടുണ്ട്, ബഡ്ജറ്റഡ്, ആക്ച്വൽ, അതുപോലെ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് തന്നിട്ടുണ്ട്, മാൻ ഹവേഴ്സ് പെർ ഡേ തന്നിട്ടുണ്ട് അല്ലേ. ഒരു ദിവസം എത്ര മാൻ ഹവേഴ്സ് ആണ് എന്നുള്ളതൊക്കെ തന്നിട്ടുണ്ട്.
സോ ഈ ക്വസ്റ്റിനും നേരത്തെ തന്നിട്ടുള്ള ക്വസ്റ്റിനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഓവർഹെഡ് നമുക്ക് രണ്ടും കൂടെ, അതായത് ഫിക്സഡും വേരിയബിളും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് തന്നിട്ടുള്ളത്, ഡിഫറൻ്റ് ആയിട്ട് തന്നിട്ടില്ല. കഴിഞ്ഞ ക്വസ്റ്റിനിൽ നമുക്ക് രണ്ടും ഡിഫറൻ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാം, വേരിയബിൾ, കാരണം ഓവർഹെഡ്സ് കാണുന്നത് വേരിയബിൾ ഓവർഹെഡും ഫിക്സഡ് ഓവർഹെഡും അല്ലെ, വേരിയബിൾ ഓവർഹെഡിന്റെ റേറ്റും ഫിക്സഡ് ഓവർഹെഡിന്റെ റേറ്റും ഒക്കെ ഡിഫറൻ്റ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അത്തരത്തിൽ ഒരു പിന്നെ ഡിഫറൻസ് ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേരിയൻസ് റിലേറ്റഡ് ടു ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് ബിക്കോസ് overheads are to be treated as fixed when question is silent about their nature, whether fixed or variable. ഇവിടെ ഫിക്സഡ് ആണോ വേരിയബിൾ ആണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു സൈലന്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് അതിൽ പ്രത്യേകം പറയുന്നില്ല എങ്കിൽ വേരിയൻസുകൾ എന്ത് ചെയ്യണം, നമ്മൾ ഓവർഹെഡ് വേരിയൻസ്, ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. We proceed to find out standard output, standard rate and actual output which are not given in the question. Question നമുക്ക് ഒരു തന്നിട്ടില്ല, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് തന്നിട്ടില്ല, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് റേറ്റ് തന്നിട്ടില്ല, ആക്ച്വൽ ഔട്ട്പുട്ടും തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ ഈ ഒരു സ്റ്റേജ് മാത്രമാണ് ഡിഫറൻസ്, ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, ഈ ഒരു സ്റ്റേജ് മാത്രമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ 3 കാര്യങ്ങൾ, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, സ്റ്റാൻഡേർഡ് റേറ്റ്, ആക്ച്വൽ ഔട്ട്പുട്ട്, ഈ 3 കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. സ്റ്റാൻഡേർഡ് വർക്കിംഗ് ഡേയ്സ് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 25 ആണ്. സ്റ്റാൻഡേർഡ് മാൻ ഹവേഴ്സ് എന്ന് പറയുന്നത് 5000. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ മാൻ ഹവർ എത്രയാണ്? 2 ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്രയായിരിക്കും? 25 ഇൻറ്റു 5000 ഇൻറ്റു 2 അല്ലെ, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ, അതായത് സ്റ്റാൻഡേർഡ് വർക്കിംഗ് ഡേയ്സ് 25 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം 5000 മാൻ ഹവേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു മാൻ എന്ത് ചെയ്യുന്നത്, മാൻ ഹവറിൽ 2 യൂണിറ്റ് ആണ് ഔട്ട്പുട്ട് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2,50,000 യൂണിറ്റ് ആണ് ഇവിടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് എത്രയാണ്? 3,75,000 ആണ്. കാരണം നമുക്ക് ഇവിടെ ഫിക്സഡ് ഓവർഹെഡിന് തന്നിട്ടുള്ളൂ, പക്ഷെ അവിടെ ഫിക്സഡ് ആണോ വേരിയബിൾ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഫിക്സഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫിക്സഡ് ഓവർഹെഡിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ്, മീൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ 3,75,000 ഡിവൈഡഡ് ബൈ 2,50,000 യൂണിറ്റ് അല്ലെ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് സ്റ്റാൻഡേർഡ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് റേറ്റ് കിട്ടും. സോ 1.5 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റേറ്റ്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, നമ്മുടെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ ഔട്ട്പുട്ട് ആണ്. ആക്ച്വൽ ഔട്ട്പുട്ട് കാണാൻ നമുക്ക് തന്നിട്ടുള്ള ആക്ച്വൽ ഓവർഹെഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആക്ച്വൽ വർക്കിംഗ് ഡേയ്സ് തന്നിട്ടുണ്ട്, ആക്ച്വൽ മാൻ ഹവേഴ്സ് തന്നിട്ടുണ്ട്. സോ ആക്ച്വൽ ഔട്ട്പുട്ട് പെർ മാൻ ഹവർ എത്രയാണ്? 1.9 ആണ്, അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ, ഇവിടെ ചെയ്ത പോലെ തന്നെ 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2,82,150 യൂണിറ്റ് ആണ് അല്ലെ. സോ ആക്ച്വൽ ഔട്ട്പുട്ട് കിട്ടി. ഈ 3 കാര്യങ്ങൾ മതി നമുക്ക്. ഈ 3 കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ വേരിയൻസുകളും കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഓവർഹെഡ് ഫിക്സഡ് ആണോ വേരിയബിൾ ആണോ എന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറയുന്നില്ല എങ്കിൽ അതിനെ ഫിക്സഡ് ഓവർഹെഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത്തരം ഇൻഫർമേഷൻ തന്നിട്ട് നമുക്ക് ഒരിക്കലും സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് റേറ്റും സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ ആക്ച്വൽ ഔട്ട്പുട്ടും സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഒന്നും നമുക്ക് തന്നിട്ടില്ല എങ്കിൽ അത് ഈ ഒരു രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഓവർഹെഡ് വേരിയൻസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു.